ഒരാഴ്ചയായിട്ട് നമുക്ക് ഇതാവാൻ പരിപാടി. ഓരോ ദിവസം ഓരോ റിസൾട്ട് അച്ചീവേഴ്സ് വരും. ഞങ്ങൾ എന്ത് ചെയ്യും? എല്ലാ ക്ലാസ്സുകളിലും അവരെയും കൊണ്ടുപോകും. ഒരു അച്ചീവർ എന്ന നിലയ്ക്ക് ഒരാൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന് ഒരുപാട് കാര്യങ്ങൾ ക്യാച്ച് ചെയ്യാനുണ്ടാവും. എ ബിറ്റ് ഓഫ് മോട്ടിവേഷൻ അല്ലേ? നമുക്കും ഇതുപോലെ നാളെ വന്ന് നിൽക്കാം എന്നുള്ള ഒരു ഫാക്ട് നിങ്ങളുടെ മുമ്പിലുണ്ട് അല്ലേ? അപ്പോൾ RRBന്റെ ഇന്റർവ്യൂ കഴിഞ്ഞ് 2 മാർക്കിനാണ് അത് പോകുന്നത്. റാങ്കിൽ 2 മാർക്കൊന്നും ജസ്റ്റ് അല്ല. എന്നാൽ പോലും നമ്മൾ അങ്ങനെ പോകുമ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. അപ്പം ഞാൻ കുറച്ചൊന്ന് ഡൗൺ ആയി സത്യം പറഞ്ഞാൽ. അത് എൻ്റെ IBPSന്റെ പ്രിപ്പറേഷന് കുറച്ച് ചെറിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ IBPSന്റെ ഇന്റർവ്യൂ എനിക്ക് ഒറ്റ മാർക്കിനാണ് പോകുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് തീരെ ഡൗൺ ആവരുത്. എന്തെങ്കിലും ഒരു പോരായ്മ എവിടെയെങ്കിലും വന്നാൽ പോലും അത് നിങ്ങളെ ഡൗൺ ആക്കാൻ നിങ്ങൾ സമ്മതിക്കരുത്. മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് തന്നെ ഫസ്റ്റ് ഒരു തോന്നൽ വേണം, നമുക്ക് കിട്ടും, ഉറപ്പാണ്. പ്രിപ്പറേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ റെഗുലർ ബാച്ചും അഡ്വാൻസ്ഡ് ബാച്ചും ഇവിടെ തന്നെയായിരുന്നു. ഇവിടുത്തെ ഒരു പ്രിപ്പറേഷൻ മാത്രം മതി സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ജോബ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പം QA ആണെങ്കിലും RA ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും സിലബസ് കംപ്ലീറ്റ് ഇവിടെ ഫസ്റ്റ് റെഗുലർ ബാച്ചിൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കവർ ചെയ്ത് തരും. അതിൽ കൂടുതലായിട്ട് ഒന്നും വരാനുമില്ല. അതിൽ കൂടുതൽ നിങ്ങൾ പുറമെ തന്നെ ഒന്നും അന്വേഷിച്ച് പോവുകയും വേണ്ട. അത് കംപ്ലീറ്റ് പഠിക്കുക, നല്ല ബേസ് ഉണ്ടാക്കിയെടുക്കുക. അതിന് ശേഷം ഇവർ പറയുന്ന സ്ട്രാറ്റജിയിൽ മോക്ക് ചെയ്യുക, ടെസ്റ്റുകൾ ചെയ്യുക. RRBന്റെ ടൈമിലൊക്കെ സത്യം പറഞ്ഞാൽ 6-7 മോക്കൊക്കെ ഞാൻ ഒരു ദിവസം ചെയ്യാറുണ്ടായിരുന്നു. ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ ഇവർ പറയും നിങ്ങളിപ്പോൾ പ്രിലിംസിന് മാത്രം നോക്കിയാൽ പോരാ, കൂടെ മെയിൻസിൻ്റെതും കൂടി നോക്കി തുടങ്ങണം എന്ന് പറയുമ്പം അത് നിങ്ങൾ ചെയ്യണം.